രാഷ്ട്രീയ വിമർശനങ്ങളുടെ കാര്യത്തിൽ പാട്ടിന്റെ താളം ചേർക്കാം എന്ന് പഠിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. മുൻപ് കേട്ട പാട്ടുകൾ സമകാലിക രാഷ്ട്രീയ വിമർശനങ്ങളുടെ ഭാഗമാക്കാമെന്ന് വി.എസ്. തെളിയിച്ചു. നീട്ടിക്കുറുക്കിയുള്ള വിമർശനത്തിന്റെ വരികൾ കേരളത്തിന് സുപരിചിതമാണ്. എതിർ പാർട്ടികളിലെ അധികാര വടംവലികളെ പരിഹസിച്ചത് ഇങ്ങനെയാണ്. പരിഹാസങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും വടിവത്ത ഭാഷയിലെ പ്രസംഗത്തിലൂടെയല്ല, കയറിയും ഇറങ്ങിയുമുള്ള താളത്തിൽ സരസമായി ജനങ്ങളിലെത്തിക്കാമെന്ന് കാട്ടിയ നേതാവാണ് വി.എസ്. മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ അടിച്ചമർത്താനുള്ള ശൗര്യം ഒരു ഭരണ സംവിധാനത്തിനും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് വി.എസ്. അച്യുതാനന്ദനുണ്ടായിരുന്നു. ഈ തിരിച്ചറിവിന്റെ ബലത്തിലാണ് പടപ്പാട്ടുകൾ നിരോധിച്ച കാലത്ത് പി.കെ. മേദിനിക്ക് പാട്ടുപാടാൻ സഖാവ് വി.എസ്. ധൈര്യം പകർന്നത്. വി.എസിന്റെ വിമർശനങ്ങളുടെ കാവ്യശരങ്ങൾ തനിക്ക് ഏറ്റവും അടുത്തുള്ള ആരുടെയോ വാക്കെന്ന പോലെ കൂടി നിന്നവർ കേട്ടു. രാഷ്ട്രീയം അവരുടെ ചിന്തകളിലേക്ക് പടർന്നു. വിളിച്ചൻ ദുഃഖമാണുണ്ണി, തമസല്ലേ സുഖപ്രദം. ജനഹൃദയങ്ങളിലേക്ക് ആശയമെത്തിക്കാൻ വി.എസിന്റെ പ്രസംഗ ശൈലി പുതിയ മാധ്യമമായി ജനകീയ രീതിയായി മാറിയത് നമ്മൾ കണ്ടതാണ്. വി.എസിന്റെ വിമർശനങ്ങൾക്ക് പലപ്പോഴും പ്രസംഗത്തിന്റെ ദൈർഘ്യം വേണ്ടി വന്നിരുന്നില്ല. പാട്ടിന്റെ ഒരു വരി മാത്രം മതിയായിരുന്നു. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണ് എന്റെ യൗവനം. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.